വരാൻ പോകുന്ന റൗണ്ട് വേൾഡ് ഡാൻസ് റൗണ്ട് ആണ്. ഏത് കണ്ടസ്റ്റന്റ് ആണല്ലേ? ഠോ 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 നമ്മുടെ കുട്ടി പൊട്ടാസായ മധു ആൻഡ് സാൻഡ്ര. ഹായ് മധു. ഹായ്. സാൻഡ്ര. ഹായ്. ഓക്കെ, ട്രൈബൽ വേഷമാണ്, പക്ഷെ ഫ്രം വിച്ച് പാർട്ട് ഓഫ് ദ വേൾഡ്? ആഫ്രിക്കൻ ട്രൈബൽ. African tribal. Okay. Ulala types, eh? Okay, well, all the best. Thank you. താങ്ക് യു.
ഹു ഹാ ഹക്കൂന മട്ടാട്ട ഹു ഹാ ഹക്കൂന മട്ടാട്ട. ഓക്കേ ഓക്കെ, എനിക്കൊന്നും മനസ്സിലായില്ല. ഈ ഒരു ട്രൈബൽ ഡാൻസ് പെർട്ടിക്കുലർ പേരുണ്ടോ? ആഫ്രിക്കൻ ട്രൈബലാണ് നമ്മൾ മെയിൻ ആയിട്ട്. ആഫ്രിക്ക ഇപ്പോഴത്തെ നോർമൽ ട്രൈബലും പിന്നെ സുലു ഡാൻസ് പറഞ്ഞ സ്റ്റൈലുള്ള കുറച്ച് മൂവ്മെന്റ്സുകൾ എടുത്തിട്ട് ചെയ്തതാണ്. ഓക്കെ, എന്നാലും താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ശാന്തി മാസ്റ്റർ, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. മൈ ഗോഡ്, മധു, സാൻഡ്ര, യുവർ ഓസം. താങ്ക് യു മാസ്റ്റർ. നിങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഈ സീസൺസിൽ. ഇനി എത്ര റൗണ്ട്സ് നിങ്ങൾ ചെയ്യും എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ദിസ് ഇസ് വൺ ഓഫ് യുവർ ബെസ്റ്റ് പെർഫോമൻസ്. താങ്ക് യു മാസ്റ്റർ. ഈക്വൽ ക്രെഡിറ്റ്, നിങ്ങൾക്ക് കിട്ടുന്ന ക്രെഡിറ്റിൽ ഈക്വൽ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടീമോട് ഷെയർ ചെയ്യേണ്ടി വരും. വാട്ട് എ ടീം, വാട്ട് എ. താങ്ക് യു സോ മച്ച് ബോയ്സ്. ആൻഡ് മധു, സാൻഡ്ര, എനിക്ക് വീണ്ടും ഒരു വാക്ക്, ഐ സിംപ്ലി ലവ് യു ഓൾ ഫോർ ദിസ്. താങ്ക് യു മാസ്റ്റർ. താങ്ക് യു. ഹാർഡ് വർക്ക്. മാം, ഇവരെല്ലാവരും ജോലിക്ക് പോകണമാണ്, ഗ്രൂപ്പ് ഡാൻസേഴ്സ് എല്ലാവരും. അപ്പോൾ വൈകിട്ടൊക്കെ ഒരു 1 മണിക്കൊക്കെ വന്നിട്ടാണ് പിന്നെ പുലർച്ചെ വരെയൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇവര് സ്റ്റേജിൽ കയറിയപ്പോഴേ ജോൺ പറഞ്ഞു എല്ലാവർക്കും 6 പാക്ക് ഉണ്ടല്ലോ. അങ്ങനെ ഫിസിക്കലി ഫിറ്റാണ്. മധുയുടെ അല്ല, നോട്ട് മധു, മധുയുടെ കാര്യം പറഞ്ഞില്ല, അത് സിംഗിൾ പാക്കാണ്. ഈ 8 പേരും വെരി ഹാർഡ് വർക്കിംഗ് ആണ്, അത് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ ഫിസിക് കാണുമ്പോൾ തന്നെ ഫിസിക്കലി ഫിറ്റാണ് നിങ്ങൾ എല്ലാവരും. ഇതിലൊരു അഡീഷണൽ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്രയും ഈ 9 മെയിൽ ഡാൻസസ് ചെയ്ത അതേ ഈക്വൽ എനർജി, ഫോഴ്സ്, പവർ എല്ലാം ഈക്വലി ഈ ഒറ്റ ആള് നമ്മുടെ സാൻഡ്ര കൊണ്ടുപോയി. സൂപ്പർ സാൻഡ്ര. വേറെ എന്ത് വേണം? യു ബോത്ത് ക്വാളിഫൈഡ് ഡാൻസേഴ്സ്. താങ്ക് യു മാസ്റ്റർ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്, അത് നമുക്ക് ഈ ഒരു റൗണ്ടിൽ ഒരു ദൃഷ്ടിയായിട്ട് എടുക്കാം. ദാറ്റ്സ് ഓൾ. അത് സംഭവിച്ചപ്പോൾ ഉടനെ ഇവിടുന്ന് എല്ലാവർക്കും ഒരു സങ്കടം, മൊത്ത പാനലിൽ ഒരു സങ്കടം. അയ്യോ ദൈവമേ, ഇതിങ്ങനെ സംഭവിച്ചു പോയി. കുഴപ്പമില്ല. ഓൺ ദ ഹോൾ ദിസ് വാസ് എ ഗ്രേറ്റ് പെർഫോമൻസ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു മാസ്റ്റർ. താങ്ക് യു. ഹു ഹാ റോമിയോ ജൂലിയറ്റ്. മധു, സാന്ദ്ര, നിങ്ങളുടെ ഡാൻസ് സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു. ഫാബുലസ് പെർഫോമൻസ്. ഫാന്റാസ്റ്റിക് ആയിരുന്നു മധു, സാന്ദ്ര. ഞങ്ങൾ ഈ ഒരു ശരിക്കും ഞാൻ നിങ്ങളുടെ ഈ കോസ്റ്റ്യൂം വന്നപ്പോൾ നമ്മളൊരു ആക്രോബാറ്റിക് ഡാൻസ് ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു പ്രീ ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം തകിട് മറിച്ചുകൊണ്ട് ഒരു സൂപ്പർ പെർഫോമൻസ്. ഞാൻ ഇത്രയും നല്ല ഒരു പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു വേൾഡ് ഡാൻസിലെ. ഈ ഒരു ലെവലിൽ തന്നെ, ഈ ഒരു ലെവലിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഇതുവരെ ഉള്ളത്. മാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കും ദൈവം കടാക്ഷിച്ച് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ ടീം ഫാബുലസ് ടീം. പിന്നെ പറയേണ്ട കാര്യങ്ങളെല്ലാം മാസ്റ്റർ പറഞ്ഞു. സാന്ദ്രയുടെ കാര്യം പ്രത്യേകം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാര്യം ഇത്രയും പേര് നിന്ന് ചെയ്യുമ്പോൾ അവരുടെ കൂടെ ഒരു എനർജി ലെവലിൽ ഒന്നും ഡ്രോപ്പ് ഔട്ട് ആവാതെ അവരുടെ കൂടെ പിടിച്ചു നിന്നു. പിന്നെ ഫോർമേഷൻസ് കൂടെ ഇറ്റ് വാസ് വെരി ഗുഡ് ഫോർമേഷൻസ്. ബാലൻസിങ് ഉണ്ടല്ലോ ആ സ്റ്റിക്കില് നേരെ നിന്നിട്ടൊക്കെ ഉള്ള ഒരു, ശരിക്കും ഞങ്ങൾക്കാണ് ടെൻഷൻ. അത് മാത്രമല്ല ആ ഒരു ഫ്ലിപ്പ് ചെയ്യുന്നുണ്ടല്ലോ, ഒരു ഫ്ലിപ്പ് അപ്പ് ചെയ്യുന്നൊക്കെ, അതൊക്കെ ഒരു സർപ്രൈസിങ്, ഇന്നോവേറ്റീവ്, ഒരു റിസ്കി മൂവ്മെന്റ് ആണ്. ഓരോ വട്ടവും സാന്ദ്ര ഇങ്ങനെ അടിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ദൈവമേ ഇത് തട്ടല്ലേ എന്നുള്ളതാണ്. പിന്നെ മാസ്റ്റർ പറഞ്ഞ പോലെ ചെറിയൊരു ദൃഷ്ടി ദോഷം വന്നു. ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഫസ്റ്റ് ചെയ്തല്ല, ഫോർമേഷൻ കൂടെ ரொம்ப നന്നായിട്ട്. ഐ മീൻ വാസ് സൂപ്പർ. കൊറിയോഗ്രാഫി ചെയ്താരാ? ഞാൻ ചെയ്തേ. സൂപ്പർ മധു, റോക്കിംഗ്. ഓക്കെ, ഹു ഹാ ലല മജ്നു. മധു ആൻഡ് സാൻഡ്ര, ഇപ്പൊ എനിക്ക് മനസ്സിലായി എങ്ങനെയാണോ പേര് വന്നത് നിങ്ങൾക്ക്. ഇപ്പോഴാണ് എനിക്ക് ക്ലിയർ ആയത്. ഓ അടിപൊളി. നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ കുറെ നമുക്ക് പോയിന്റ് ചെയ്ത് പറയാം. പോസിറ്റീവ്സ് ആവുമ്പോൾ ഏറ്റവും ചുരുക്കി പറയുന്നതാണ് നല്ലത്. കംപ്ലീറ്റ് നന്നായിരുന്നു. നിങ്ങളുടെ ടീമിനാണ് ഏറ്റവും കൂടുതൽ മാർക്സ് പോകുന്നത്. നമ്മൾ സാധാരണ ചെയ്തു വരുന്ന പെർഫോമൻസുകൾ 2-3 ദിവസത്തിനുള്ളിൽ പഠിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഡാൻസേഴ്സിന് നിസ്സാര കാര്യമാണ്. പക്ഷെ ഒരു വേൾഡ് ഡാൻസ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ പരിചയമല്ലാത്ത ഒരു കൈൻഡ് ഓഫ് ഡാൻസ് ഇത്രയും ചുരുങ്ങിയ ദിവസങ്ങളിൽ രാത്രി വെളുപ്പിനെ വരെയൊക്കെ പഠിച്ച് പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ
തീർച്ചയായിട്ടും വളരെ വലിയൊരു കാര്യം തന്നെയാണ്. റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഓൾ വിഷസ്. താങ്ക് യു. താങ്ക് യു. അപ്പോ മാർക്സ് ശാന്തി മാസ്റ്റർ. I'll give you 9.5 on 9.5 out of 10. Romeo Juliet. 9.5. 9.5 out of 10. Laila Majnu. 9.5 out of 10. 28.5 out of 30. നല്ല മാർക്കല്ലേ? അപ്പൊ ആഫ്രിക്കൻ അങ്കിളിനും ആന്റിക്കൾക്കും ഈ മാർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് മധു, സാൻഡ്ര ആൻഡ് ദ ഹോൾ ടീം. ഓക്കെ, വൺസ് മോർ. ഇന്നത്തെ ബെസ്റ്റ് പെയർ അഥവാ ബെസ്റ്റ് പെർഫോമർ ആരാണ് അറിയണ്ടേ? ബിഫോർ ദാറ്റ് contestants എല്ലാവരും പ്ലീസ് കം അപ്പ് ഓൺ ദ സ്റ്റേജ്. ശാന്തി മാസ്റ്റർ, ഇന്ന് നമ്മുടെ contestants എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഓൾ വെറൈറ്റി ഇറ്റ് വാസ്. അപ്പോൾ ഇന്നത്തെ പെർഫോമർ ആണോ ബെസ്റ്റ് പെയർ ആണോ? ഇന്ന് ഇവരുടെ കോമഡി നന്നായിരുന്നു. ഇന്ന് ഇഡിയറ്റ്സിന്റെ ഇഡിയോട്ടിക് പെർഫോമൻസ് നന്നായിരുന്നു. പ്രോപ്പർട്ടിയിൽ ഇതെല്ലാം നന്നായിരുന്നു. പക്ഷേ വളരെ സ്പെഷ്യലായിട്ട് ഒരു ബെസ്റ്റ് കൊറിയോഗ്രാഫി, ബെസ്റ്റ് ജോഡി, ബെസ്റ്റ് പെർഫോമൻസ് ആൻഡ് ബെസ്റ്റ് പ്രസന്റേഷൻ, ഇങ്ങനെ 4 കാറ്റഗറിക്കുള്ള അവാർഡും ഒരു ജോഡി കൊണ്ടുപോകുന്നു. ദാറ്റ് ഇസ് നൺ അതർ ദാൻ മധു ആൻഡ് സാൻഡ്ര. ഓക്കെ, അപ്പൊ മധു ആൻഡ് സാൻഡ്ര, കോൺഗ്രാറ്റ്സ്. താങ്ക് യു ശാന്തി മാസ്റ്റർ. അങ്ങനെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ബ്യൂട്ടിഫുൾ അല്ലായിരുന്നു അല്ലേ ജഡ്ജസ്? എല്ലാ പെർഫോമൻസസ്, ഡിഫറെന്റ് കാറ്റഗറിയുള്ള പെർഫോമൻസസ് എല്ലാവരും എൻജോയ് ചെയ്തു. വെറൈറ്റി ആയിരുന്നു. അതുപോലെ തന്നെ അടുത്ത ദിവസം വീണ്ടും കാണാം വിത്ത് മോർ ബ്യൂട്ടിഫുൾ പെർഫോമൻസസ്. Till then, this is me, Sujata. No, you are not signing off. No. സമയം എത്ര? 8 hour ആയോ? ഇനി ഒരു 5 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. Yes. അല്ലേ? സമയം ആയിട്ടില്ല, 8 മണി ആയിട്ടില്ല. അപ്പോ നമ്മളിപ്പോ ഇത്രയും അവരുടെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ കണ്ടസ്റ്റൻസ് ജാക്കി, ശ്രീകാന്ത്, എമിൽ, സുമേഷ് ആ ജഡ്ജസ് എല്ലാവരും മോന്റെ ടീം ഉണ്ടല്ലോ, ഈ ട്രൈബൽ ടീം, അവരെല്ലാം വരാൻ പറയും. ഈ ജംഗിൾ ഡാൻസ്, ഈവൻ സീജ, ഈ ട്രൈബൽ ഡാൻസ് എല്ലാവരും മധു ലീഡ് ചെയ്യും. മധു പറഞ്ഞു കൊടുക്ക്. ഇവരെല്ലാവരും ചെയ്താൽ എങ്ങനെയായിരിക്കും? ഒറിജിനൽ ട്രൈബൽസ് പോലെ ആയിരിക്കുമെന്ന് എനിക്ക് കാണണം. ഓക്കെ, അരവിന്ദർ എന്നെ ഇങ്ങനെ നോക്കുന്നു. ഇവർ ഭയങ്കര വില്ലത്തിയാണ് ഈ ശാന്തി മാസ്റ്റർ അല്ലേ? അങ്ങനെയാണ് നോട്ടം. വരൂ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. ട്രൈബൽ ആണ്. ഓക്കെ.